ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. സന്നിധാനത്തുൾപ്പെടെ മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ഉള്ളത്. ക്യൂ മരക്കൂട്ടം വരെ നീണ്ടു. വെർച്വൽ ക്യൂ വഴി ഇന്ന് 40,000 ആളുകൾക്ക് മാത്രമാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാവിലെ 11:30 വരെ മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടൂ. എല്ലാ വ്യൂ പോയിന്റുകളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ലാഹ സത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. സന്നിധാനത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതു തരത്തിലാണ്? ഗോപിക, അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. പതിനായിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ പാണ്ടിത്താവളത്ത് ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളുണ്ട്. ഈ 10 വ്യൂ പോയിന്റുകളിലും പർണശാലയിൽ കിട്ടിയ ആളുകൾ ഈ മകരജ്യോതി ദർശനത്തിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് തിരക്ക് ഈ സോപാനത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ, ഇരുമുടിയേന്തി 18-ാം പടി കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഇതുവരെ 10,000-ഓളം ആളുകൾ മാത്രമാണ് 18-ാം പടി കയറിയിരിക്കുന്നത്. മണിക്കൂറിൽ 3000 ആളുകൾ 18-ാം പടി കയറുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ വിവരം. വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടേക്ക് എത്തിച്ചേർന്ന ജനങ്ങൾ, അതായത് തീർത്ഥാടകർ ഇവിടെ വിരിവെച്ചുകൊണ്ട് പർണശാലകൾ കെട്ടിക്കൊണ്ട് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സന്നിധാനത്തുൾപ്പെടെ, ഈ പാണ്ടിത്താവളത്തും സന്നിധാനത്തുമൊക്കെ ഉൾപ്പെടെ വലിയ തിരക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മുൻകരുതലാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ കൈക്കൊള്ളുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടുകൂടി ഈ ആളുകൾ ഭക്തി നിർഭരമാകും അന്തരീക്ഷം എന്നുള്ളതാണ്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2500 പോലീസുകാരെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പമ്പയിലും നിലയ്ക്കലുമൊക്കെയായി, പുല്ലുമേടുമൊക്കെയായി 1000-ഓളം പോലീസുകാരെ അധികമായി നിയോഗിച്ചിരിക്കുന്നു. 250 ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരെ ശരി അരുൺ, സന്നിധാനത്ത് മാത്രം. മകരജ്യോതി ദർശനത്തിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ശക്തമാണ്. അരുൺ പാറയ്ക്കലാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.